ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ വീഴ്ചയിലൂടെ സിറിയൻ ജനതയ്ക്ക് ചരിത്രപരമായ അവസരമാണ് കൈവന്നിരിക്കുന്നതെന്ന് സ്ഥാനമൊഴിയുന്ന US പ്രസിഡന്റ് ജോ ബൈഡൻ. 13 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിനും ബഷാർ അസാദിന്റെ പിതാവിന്റെയും അരനൂറ്റാണ്ടിലേറെ നീണ്ട ക്രൂരമായ സ്വേച്ഛാധിപത്യ ഭരണത്തിനും ശേഷം വിമതസേന അസാദിന്റെ രാജ്യം വിടാൻ നിർബന്ധിതനാക്കിയത്. അസദ് എവിടെയാണെന്ന് ഉറപ്പില്ല, എന്നാൽ മോസ്കോയിലുമുണ്ടെന്നാണ് ബൈഡന്റെ അഭിപ്രായം. കൂടാതെ സിറിയയിൽ മാറ്റം കൊണ്ടുവരാൻ അമേരിക്ക സാധ്യമായ സഹായം നൽകുമെന്നും അസദ് ഭരണകൂടം വരുത്തിയ പാളിച്ചകൾ പുതിയ നേതൃത്വം വരുത്തിയില്ലെന്നുമാണ് നിഗമനം. ജോർദാൻ, ലെബനൻ, ഇറാഖ്, ഇസ്രയേൽ എന്നീ അയൽരാജ്യങ്ങൾക്ക് നേരെ സിറിയയിൽ നിന്ന് ഭീഷണിയുണ്ടായാൽ അവരെ അമേരിക്ക പിന്തുണയ്ക്കും. വരും ദിവസങ്ങളിൽ മേഖലയിലെ നേതാക്കളുമായി സംസാരിക്കും. മുതിർന്ന ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് അയക്കും. സിറിയയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകും, ബൈഡൻ കൂട്ടിച്ചേർത്തു. IS ഭീകരരെ പാർപ്പിച്ചിരിക്കുന്ന തടങ്കൽ പാളയങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കും. IS ശക്തി പ്രാപിക്കുന്നത് അനുവദിക്കില്ല. IS ക്യാമ്പുകളെ ലക്ഷ്യമിട്ട് US സേന വ്യോമാക്രമണങ്ങൾ നടത്തിയതായും ബൈഡൻ അറിയിച്ചു. എന്നാൽ സിറിയയിലെ സംഭവവികാസങ്ങളിൽ ഇടപെടാനില്ലെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. സിറിയയിലെ അമേരിക്കൻ ഇടപെടൽ വാർത്തകളും അദ്ദേഹം തള്ളിയിരുന്നു. ഏതളവിലും സിറിയ കുഴപ്പമാണ്, അമേരിക്കയ്ക്ക് ഇതിൽ ഒന്നും ചെയ്യാനില്ല, ഇടപെടാനില്ലെന്നും ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞിരുന്നു.